യുദ്ധം. ചേലക്കരയിൽ പൊതു സ്വതന്ത്രയെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നീക്കം. പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് നീക്കം. സംവരണ മണ്ഡലത്തിൽ പൊതു സ്വതന്ത്രരാകാൻ ലീഗ് ജില്ലാ നേതൃത്വം കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെ സമീപിച്ചു. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ലീഗിന് സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലേ മണ്ഡലത്തിൽ? തീർച്ചയായും ലീഗിന് സ്ഥാനാർത്ഥിയെ കിട്ടാനല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്മേഷ്, അതൊരു സംവരണ മണ്ഡലമാണ്, പട്ടികജാതി സംവരണ മണ്ഡലമാണ്. സ്വാഭാവികമായി അവിടേക്ക് മുസ്ലിം ലീഗിന് ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കുക എന്നത് വലിയ ദുഷ്കരമായ കാര്യമാണ്. കോങ്ങാട് മത്സരിക്കുമ്പോൾ കോങ്ങാട് അവരുടെ സാധാരണ മത്സരിക്കാറ് അവരുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള UC രാമൻ അടക്കമുള്ള ആളുകളായിരുന്നു അവിടെ വന്ന് കഴിഞ്ഞ തവണ അടക്കം മത്സരിച്ചിരുന്നത്. പക്ഷേ പരാജയപ്പെട്ടു പോയി. അങ്ങനെ കോങ്ങാട് വിട്ടുകൊടുക്കുമ്പോൾ, കോങ്ങാട് ഒരു ജയസാധ്യതയില്ല എന്ന് പറയുമ്പോൾ അടുത്ത ചേലക്കര മണ്ഡലം അത്രത്തോളം ജയസാധ്യത കുറവ് ഉള്ള മണ്ഡലമെന്നാണ് ലീഗിന്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ അവർ സ്ഥാനാർത്ഥികൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. കോൺഗ്രസ്സുകാരായ ചില നേതാക്കളെ, സംസ്ഥാന നേതാക്കളെ, KPC നേതാക്കളെ അടക്കം ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതു സ്വതന്ത്രരാകാമോ എന്നാണ് ലീഗ് നേതാക്കൾ, ലീഗ് UDFന്റെയും ലീഗിന്റെയും ഒക്കെ ജില്ലാ നേതാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൈപ്പത്തി വിട്ടൊരു കളിയില്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു. ഒരു ബ്ലോക്ക് നേതാവിനോടും ഒരു KPC നേതാവിനോടും ഇത്തരത്തിൽ ലീഗ് നേതാക്കൾ സംസാരിച്ചതായാണ് വിവരം. പക്ഷേ അവരാരും കൈപ്പത്തി വിട്ട് ഒരു കളിക്ക് തയ്യാറല്ല എന്നാണ് പറയുന്നത്. കൈപ്പത്തി അല്ലാതെ മറ്റൊരു ചിഹ്നത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കുക അപ്രാപ്യമാണ്, അല്ലെങ്കിൽ അവിടെ വോട്ട് നേടുക അപ്രാപ്യമാണ് എന്ന് അവർക്കും അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചില നിബന്ധനകൾ, ഈ സംസാരിച്ച ചില ആളുകൾ, കോൺഗ്രസ്സുകാർ ചില ലീഗുകാരോട് ചില നിബന്ധനകൾ വെച്ചു. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഒരു എഗ്രിമെന്റ് വെക്കും. ഇത്തവണ അത് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ്സുകാർ മത്സരിക്കട്ടെ, അടുത്ത തവണ ഈ ടേം വ്യവസ്ഥയിൽ വരികയാണെങ്കിൽ അത് ലീഗിന് തന്നെ കൈമാറാം എന്ന തരത്തിലൊരു വ്യവസ്ഥ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ലീഗുകാർ ആലോചിച്ച് കാര്യം പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കോണി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കാൻ ആളെ കിട്ടിയിട്ടില്ല. പൊതുസ്വതന്ത്രരെ അന്വേഷിക്കുകയാണ്. എന്തായാലും പാണക്കാട് നിന്ന് അടുത്തൊരു പ്രഖ്യാപനം വരണമെങ്കിൽ ഇവിടെ ആളെ കിട്ടണം. എന്തായാലും ഇവിടുത്തെ യൂത്ത് ലീഗുകാരും അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരും വലിയ തിരച്ചിലാണ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചേലക്കര മണ്ഡലത്തിലേക്ക്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.